സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. 36 വർഷത്തിന് ശേഷം മണിരത്നവും കമല് ഹാസനും ഒന്നിക്കുന്ന ചിത്രം അനൗൺസ്മെന്റ് മുതൽ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിരുന്നു. ചിത്രത്തിന്റേതായി പുറത്തുവന്ന ഓരോ അപ്ഡേറ്റും അതിനെ കൂട്ടുകയും ചെയ്തിരുന്നു. കമല് ഹാസനൊപ്പം സിലംബരസനും ചിത്രത്തിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ OTT റിലീസ് തമിഴില് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷമാകും തഗ് ലൈഫ് OTT-യിൽ സ്ട്രീം ചെയ്യുക. നിലവിലെ ഭൂരിഭാഗം തമിഴ് സിനിമകളും 4 ആഴ്ചയ്ക്ക് ശേഷമാണ് OTT റിലീസ് ചെയ്യുന്നത്. തിയേറ്ററുകൾക്ക് ഇത് ചെറിയ രീതിയിൽ നഷ്ടം ഏർപ്പെടുത്തുന്നുണ്ടെന്ന് വിമർശനമുണ്ട്. അതിന് ബദലായാണ് തഗ് ലൈഫ് പുതിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസിനെ കുറിച്ച് സംസാരിക്കുകയാണ് കമല് ഹാസന്. ഇതൊരു പരീക്ഷണമല്ലെന്ന് കമല് ഹാസന് പറഞ്ഞു. പ്രായോഗികമായ കാര്യമാണ് ഇതെന്നും അതിന് OTT പ്ലാറ്റ്ഫോമിന്റെ ആളുകളെ സമ്മതിച്ചത് വലിയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവര് സമ്മതിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കമല് ഹാസന് പറയുന്നു. ഇങ്ങനെ ചെയ്തത് ഒരു നെഗോസിയേഷനല്ലെന്നും തങ്ങളുടെ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴിലെ മറ്റ് സിനിമകൾക്ക് ഇത് ആവശ്യമെങ്കിൽ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ കമല് ഇത്തരമൊരു കാര്യം ആദ്യം ചെയ്തത് തങ്ങളാണെന്ന കാര്യത്തില് അഭിമാനമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. തഗ് ലൈഫിന്റെ പ്രൊമോഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിയേറ്ററിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചയ്ക്ക് ശേഷം OTT-യിൽ ഇറക്കുക എന്നത് ഒരു പരീക്ഷണമല്ല, പ്രായോഗികമായ കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. OTT പ്ലാറ്റ്ഫോമും അതിനൊപ്പം നിന്നത് സന്തോഷം തരുന്ന കാര്യമാണ്. ഇതൊരു നെഗോസിയേഷനില്ലായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ ഇതായിരുന്നു. തമിഴിലെ മറ്റ് സിനിമകൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. എന്തായാലും ഈ തീരുമാനം ആദ്യം ഞങ്ങൾ എടുത്തു എന്നത് അഭിമാനകരമായ കാര്യമാണ്, കമല് ഹാസന് പറയുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് തഗ് ലൈഫിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 140 കോടിക്കാണ് ചിത്രം നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തത്. വന താരനിരയാണ് തഗ് ലൈഫിൽ അണിനിരക്കുന്നത്. റഹ്മാനാണ് തഗ് ലൈഫിന്റെ സംഗീതം. രാജ് കമല് ഫിലിംസ് ഇന്റർനാഷണൽ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജൂൺ 5-ന് ചിത്രം തിയേറ്ററുകളിലെത്തും.